ഭാഭാബായുടെ പ്രൊമോഷൻ ദിലീപ് പങ്കെടുക്കുന്നതായി റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന് വരുമെന്നതിനാൽ ആശങ്കയോടെയാണ് ആരാധകർ. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. പക്ഷേ അന്ന് ഭാഭാബായുടെ ട്രെയിലറും പുറത്തുവരുമെന്നും റിപ്പോർട്ടുണ്ട്. ചിത്രം 2025 ഡിസംബർ 18-ന് തിയേറ്ററുകളിലെത്തും. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. സ്ക്രീനിൽ നിറഞ്ഞാടാൻ ദിലീപും ടീമും എത്തുകയായി. ഒപ്പം ആറാടാൻ നമ്മുടെ ലാലേട്ടനും എത്തുന്നു. ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രമാണ് ഭഭഭ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ 18-നാണ് ആഗോള റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിന്റേജ് ലുക്കിലാണ് ദിലീപിനെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ക മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ തന്നെയാണ് ഈ ചിത്രം. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ആരാധകരുടെ ആവേശമേറ്റാനായി മോഹൻലാലും ചിത്രത്തിൽ എത്തുകയാണ്. ബബബ പൂർണ്ണമായും ദിലീപിന്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. പക്ഷേ നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി കൂടിയാണ് ദിലീപ്. കേസിൽ വിധി ഡിസംബർ 8-ന് വരുമെന്നതിനാൽ ആരാധകർക്ക് സിനിമ ആഘോഷമാക്കാൻ പറ്റുമോ എന്നുള്ളൊരാശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ നടൻ ദിലീപ് ഹൈ കോൺഫിഡൻസിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രൊമോഷന് വേണ്ടി താരം എത്തുകയായി. സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കായി പങ്കെടുക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. മാത്രമല്ല ഡിസംബർ 8-ന് ബബബയുടെ ട്രെയിലറും പുറത്തുവരുമെന്നും സൂചനകളുണ്ട്. അതിനിടയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധി എന്താകുമെന്നൊരാകാംക്ഷയും നിലനിൽക്കുകയാണ്. പുഷ്പം പോലെ ദിലീപ് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ദിലീപ് ആരാധകർ. ബബബയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഇപ്പോൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ നിന്നും ബ്രേക്ക് എടുത്തുവെന്നാണ് അറിയുന്നത്. നവംബർ 12-ന് തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിച്ച ജഗൻ ഷാജി കൈലാസ് ചിത്രത്തിൽ ദിലീപ് ഇതുവരെ കാണാത്ത വേറിട്ട ഗെറ്റപ്പിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള കഥാപാത്രമായി എത്തുന്നുവെന്നാണ് പറയുന്നത്. ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ദിലീപിന് അച്ഛൻ വേഷമാണ്. സിനിമയുടെ ചിത്രീകരണം എറണാകുളത്തുമുണ്ട്. ബിനു പപ്പു, അശോകൻ, ഷാരി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ഊർവശി തിയേറ്റേഴ്സിന്റെയും കാക്ക സ്റ്റോറീസിന്റെയും ബാനറിൽ സന്ദീപ് സോനിയും അലക്സ് ഇ കുര്യനും ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം. എന്തായാലും 18 വർഷത്തിന് ശേഷം ദിലീപും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിതെന്നും പ്രത്യേകതയുണ്ട്. കൂടാതെ വമ്പൻ ബജറ്റിലാണ് ബബബ ഇറങ്ങുന്നത്. മാത്രമല്ല ചിത്രത്തിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഭയം, ഭക്തി, ബഹുമാനം എന്നാണ്. ബബബയുടെ ഓവർസീസ് വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്കാണ് ഫാൾസ് ഫിലിംസ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.